ഈ ഏജന്റുമാരുടെ ഒരു തന്ത്രമുണ്ട്. സ്ഥിരീകരിക്കാത്ത അല്ലെങ്കിൽ ഉറപ്പില്ലാത്ത ചില ഓൺലൈൻ സൈറ്റുകളിൽ അല്ലെങ്കിൽ ഓൺലൈൻ പേജുകളിലൊക്കെ ചില വാർത്തകൾ അങ്ങനെ പ്രചരിച്ചിടും. വൃക്ക ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന പാവപ്പെട്ട ഒരു കുടുംബത്തിലെ ആൾക്ക് അവയവം ആവശ്യമുണ്ട്. അങ്ങനെ ഒരു സഹതാപ തരംഗം ഉണ്ടാക്കുന്ന തരത്തിലേക്കൊരു പരസ്യം അങ്ങനെ പടച്ചുവിടുക. പല തരത്തിൽ പല പേരുകളിൽ അങ്ങനെ ആ പരസ്യങ്ങൾ പടച്ചുവിടുന്നു. അതിൽ ചില നമ്പറുകൾ വെക്കുന്നു. നേരത്തെ പുറത്തു വന്ന ക്രൈംബ്രാഞ്ചിൻ്റെ ചില റിപ്പോർട്ടാണ് ഞാൻ പരിശോധിച്ചത്. ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിൽ പറയുന്നത് ഇത്തരം പരസ്യങ്ങൾ പടച്ചുവിട്ടിട്ട് ഇതിന് താഴെ കൊടുക്കുന്ന നമ്പർ, ഇതെല്ലാം ഒരാളുടെ നമ്പറായിരിക്കും, പല നമ്പറുകൾ നൽകുന്നു. ഈ നമ്പറുകളിൽ വിളിക്കുന്ന ആളുകളുടെ പശ്ചാത്തലം പരിശോധിക്കാൻ വലിയൊരു സംവിധാനം പുറത്തൊരുക്കുന്നു. അവർക്ക് സാമ്പത്തികമായി പ്രതിസന്ധി ഉള്ള ആളുകളാണെങ്കിൽ അവരെ അത്തരത്തിൽ കൊണ്ടുവരുന്നു. പിന്നീട് ഒരു ടോക്കൺ തുക അഡ്വാൻസായി നൽകുന്നു. അതായത് ഞാനിപ്പോൾ എൻ്റെ വൃക്ക നൽകാൻ തയ്യാറാണെങ്കിൽ എനിക്കൊരു ടോക്കൺ തുക അഡ്വാൻസായി നൽകുന്നു. വലിയ തുക പറഞ്ഞു ഉറപ്പിച്ച ശേഷം ഒരു ടോക്കൺ തുക അഡ്വാൻസായി നൽകുന്നു. അതിനുശേഷം ശസ്ത്രക്രിയയോ മറ്റു കാര്യങ്ങളിലേക്കോ കടക്കുന്നതിന് മുൻപ് ബാക്കി തുക ആവശ്യപ്പെട്ടാൽ പിന്നെ അവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നത് ഈ പണം കൈപ്പറ്റിയത് തെളിവുകളുണ്ട്, അതുകൊണ്ട് ഈ കൂടുതൽ എന്തെങ്കിലും ആവശ്യപ്പെടുകയോ നിയമ നടപടികൾക്ക് പോവുകയോ ചെയ്താൽ നിങ്ങളാകും ആദ്യം അകത്തു പോകുക. ഇത്തരത്തിൽ വൈകാരികമായി അല്ലെങ്കിൽ മാനസികമായി ഈ ദാതാക്കളെ ഭീഷണിപ്പെടുത്തി തങ്ങളുടെ ചൊൽപ്പടിയിലേക്ക് കൊണ്ടുവരിക, പിന്നീട് ശസ്ത്രക്രിയ നടത്തിയ ശേഷം അവരെ പുറത്താക്കുക. അതിൽ സഹികെട്ടാണ് ചിലരിപ്പോൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇത്തരം പ്രതികരണങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നത്. വിനീഷ്, തീർച്ചയായിട്ടും ഉമേഷ് പറഞ്ഞതിൽ ഈ മുൻകാലങ്ങളിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ക്രൈംബ്രാഞ്ചിൻ്റെ തന്നെ റിപ്പോർട്ട് മുൻകാലങ്ങളിൽ സർക്കാരുകൾക്ക് സമർപ്പിച്ചതും ഇത്തരത്തിലായിരുന്നു. ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് പത്രങ്ങളിൽ ആദ്യഘട്ടങ്ങളിൽ പരസ്യം നൽകിക്കൊണ്ട് ഇത്തരത്തിൽ അവയവദാതാവിന് ആവശ്യമുണ്ട്, ഇന്ന ബ്ലഡ് ഗ്രൂപ്പിലുള്ള O പോസിറ്റീവ് ആണെങ്കിൽ O പോസിറ്റീവ്, B പോസിറ്റീവ് ആണെങ്കിൽ അങ്ങനെ ഇന്ന ബ്ലഡ് ഗ്രൂപ്പിലുള്ള ആളിനെ ആവശ്യമുണ്ട് എന്ന തരത്തിലുള്ള പത്രത്തിൽ പരസ്യം നൽകിക്കൊണ്ടാണ് ഇവർ ആദ്യകാലങ്ങളിൽ മുൻകാലങ്ങളിലൊക്കെ അവയവദാതാവിനെ കണ്ടെത്തിക്കൊണ്ടിരുന്നത്. പിന്നെ അവരുടെ ദാരിദ്ര്യം ചൂഷണം ചെയ്ത് അവർക്ക് കൂടുതൽ പണം ഓഫർ നൽകിക്കൊണ്ട് അവരിലേക്ക് എത്തുന്നു, അവരെ വീണ്ടും സർജറിക്ക് വിധേയമാക്കുന്നു. അങ്ങനെ അവയവം അവരുടെ ശരീരത്തിൽ നിന്ന് നടത്തി മാറ്റി മറ്റൊരാളുടെ പണമുള്ളവൻ്റെ ശരീരത്തിലേക്ക് അവയവം ഘടിപ്പിക്കുന്ന സാഹചര്യത്തിലേക്കൊക്കെ നമ്മുടെ ശാസ്ത്രലോകം എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിനെയൊക്കെ മുതൽക്കൂട്ടാക്കിക്കൊണ്ട് ആദ്യഘട്ടത്തിൽ പത്രങ്ങളിൽ പരസ്യം നൽകാൻ സാധിക്കുമായിരുന്നെങ്കിൽ ഇപ്പോൾ നിയമപരമായി അത് പത്രങ്ങളിൽ പരസ്യം ചെയ്യാൻ സാധിക്കില്ല. അതിപ്പോൾ ഓൺലൈൻ മാധ്യമങ്ങളിലേക്കൊക്കെ കടന്ന് അവയവദാതാവിന് ആവശ്യമുണ്ട്, ഇത്ര ലക്ഷം രൂപ നിങ്ങളുടെ കിഡ്നിക്ക് അല്ലെങ്കിൽ ലിവറിന് ഇത്ര ലക്ഷം രൂപ എന്ന തരത്തിലേക്കുള്ള പരസ്യത്തിലേക്കൊക്കെ കടക്കുന്നു എന്നതാണ് വ്യക്തമാക്കുന്നത്. ഷാജി ഈ കാര്യത്തിൽ വ്യക്തമാക്കിയത് ഇത്തരത്തിലാണ്. മുൻകാലങ്ങളിലൊക്കെ താൻ ഇത്തരത്തിൽ ഒരു കാര്യവുമായി അല്ലെങ്കിൽ ഒരു 25 വർഷം മുമ്പ് താൻ ഇത്തരത്തിലുള്ള ഒരു ഇടപെട്ട സമയത്ത് പോലും കൃത്യമായ രീതിയിൽ ദാതാവിനെ ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് പത്രങ്ങളിൽ പരസ്യം നൽകാമായിരുന്നു, ഇന്ന് അത് സാധ്യമല്ല. പക്ഷേ ഇന്ന് കൂടുതലും ഏജന്റുമാരെ അന്വേഷിച്ച് ഈ അവയവം ആവശ്യമുള്ള ആളുകൾ എത്തുന്ന സാഹചര്യമാണ് സംസ്ഥാനത്ത് ഉള്ളത് എന്നാണ്. അത് സർക്കാർ സംവിധാനങ്ങൾക്കും പോലീസ് സംവിധാനങ്ങൾക്കും ഉന്നത ഉദ്യോഗസ്ഥർക്കും എല്ലാവർക്കും തന്നെ അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ അറിയാം. ഒപ്പം തന്നെ ഈ അവയവ ദാതാവായി എത്തുന്ന ആൾ പോലും പിന്നീട് ഏജന്റുമാരായി മാറുന്നു. കാരണം ഇതിനിടയിൽ നിൽക്കുമ്പോൾ ലഭിക്കുന്ന കമ്മീഷൻ തുക തന്നെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അല്ലെങ്കിൽ ഇതിനിടയിൽ ചില ഘട്ടങ്ങളിൽ പോലും അവയവദാതാവായി എത്തുന്ന ആളുകൾ എല്ലാ ടെസ്റ്റും പൂർത്തീകരിച്ച് തന്നെ പോലും പറ്റിച്ചു പോയിട്ടുണ്ടെന്നും ഷാജി വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെ സംസ്ഥാനത്ത് പൂർണ്ണമായും അവയവ കച്ചവടം ഒരു ക്രൈമിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി നടക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഇത് പുറം ലോകത്തേക്ക് ഈ ഒരു വാർത്ത എത്തിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഭരണകൂടങ്ങൾക്കും സർക്കാർ സംവിധാനങ്ങൾക്കും പോലീസിൻ്റെ അന്വേഷണ ഏജൻസികൾക്കും എല്ലാവർക്കും തന്നെ ഇതിനെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുണ്ട്. എന്നിട്ടും ഇവരെ ഒന്നും പിടികൂടാതെ ഈ അവയവ കച്ചവടം ഇപ്പോഴും സംസ്ഥാനത്ത് സുലഭമായി നടക്കുന്നതിന് പിന്നിൽ സർക്കാർ പിന്തുണ തന്നെയാണ്, ഉന്നത ഉദ്യോഗസ്ഥരുടെ പിന്തുണ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. വിനീഷ്, 2018 മാർച്ച് 4-ന് ഇതേ കുറ്റം, അതായത് അനധികൃതമായി ഇത്തരം മൃതസഞ്ജീവനി പദ്ധതിയൊക്കെ അട്ടിമറിച്ചുകൊണ്ട് അവയവ കച്ചവടം നടത്തിയതിന് തെളിവുകൾ സഹിതം പിടികൂടിയ ആളാണ് ഷാജി. അന്ന് അദ്ദേഹം റിമാൻഡിൽ പോയിരുന്നു, പിന്നീട് ജാമ്യത്തിലിറങ്ങിയിരുന്നു. പിന്നീട് കുറേ നാളത്തേക്ക് അദ്ദേഹത്തെ പറ്റി ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് ഈ അടുത്ത സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ ചില പേരുകൾ ഇത്തരം അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട് ഇരയാക്കപ്പെട്ടു എന്ന് അവകാശപ്പെട്ട് രംഗത്ത് വരുന്ന ആളുകളൊക്കെ വെളിപ്പെടുന്നു. അപ്പോൾ ഇത്തരത്തിൽ നിയമപരമായി ഒന്ന് കുടുങ്ങിയതാണ്, 2018 കുടുങ്ങിയതാണ്, ഇതേ കുറ്റകൃത്യത്തിന് ജയിൽവാസം അനുഭവിച്ചതാണ്. എന്നാൽ പിന്നീട് ആരുടെയൊക്കെയോ സംരക്ഷണയിൽ പുറത്തിറങ്ങുന്നു, പിന്നീട് ഇതങ്ങ് വിപുലീകരിക്കുകയാണ്. പിന്നീടാണ്
പുറത്തു വരുന്ന ചില വാർത്തകളൊക്കെ നോക്കിയാൽ ഈ ജയിലിൽ പോയതിന് ശേഷമാണ് പിന്നീട് പുറത്തേക്ക് വന്ന ഷാജി ഈ മേഖലയിലെ വലിയൊരു മാഫിയയുടെ തലവനായി മാറുന്നു. വലിയ ഒരു സർക്കിൾ തനിക്ക് ചുറ്റുമുണ്ടാക്കുന്നു. അവിടെ ഡോക്ടർമാരുണ്ട്, ആശുപത്രി മാനേജ്മെൻ്റ് ഉണ്ട്, ആശുപത്രി ജീവനക്കാരുണ്ട്, ദാതാക്കളെ കണ്ടെത്താനായി നിരവധി സംവിധാനങ്ങളുണ്ട്. ചില സംഘടനകളെയൊക്കെ സമീപിച്ചിരിക്കുന്നു. അവർ വഴി സമ്മതപത്രമൊക്കെ സംഘടിപ്പിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. അങ്ങനെ വലിയൊരു സർക്കിൾ ഉണ്ടാക്കിയെടുത്തത് 2018 ഈ ജയിൽവാസത്തിന് ശേഷമാണ് എന്നാണ് ചില മാധ്യമങ്ങളൊക്കെ, ചില ദേശീയ മാധ്യമങ്ങളൊക്കെ അത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഷാജി അത്തരത്തിൽ എന്തെങ്കിലും ഒരാളാണ് എന്ന് ഷാജിയോടുള്ള സംസാരത്തിൽ വിനീഷ് മനസ്സിലായി? നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഷാജിക്ക് മാത്രമല്ല, ഷാജിക്കൊപ്പമുള്ള മറ്റു ഏജന്റുമാരെല്ലാ പേരും തന്നെ ഈ ആശുപത്രി കേന്ദ്രീകരിച്ച് അവരുടെ ഒരു സംവിധാനം അവർ തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാ ഏജന്റുമാരും ആ ഏജന്റുമാർ ചെയ്യുന്നത് ആ ആശുപത്രിയിലെ ഈ പ്രത്യേകിച്ച് ഇത്തരത്തിലെത്തുന്ന ആളുകളെ അല്ലെങ്കിൽ അവയവം ആവശ്യമായി എത്തുന്ന ആളുകളെ ഫോക്കസ് ചെയ്യാനും അവരുടെ നമ്പർ ശേഖരിക്കാനും ഒരു സംവിധാനം എല്ലാ ആശുപത്രികളിലും ഈ ഏജന്റുമാർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ നമുക്കറിയാം എല്ലാ ആശുപത്രികളുടെ മുന്നിലും അല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങളിലും വ്യാപാര സ്ഥാപനങ്ങളുണ്ട്, കച്ചവട സ്ഥാപനങ്ങളുണ്ട്. ഈ കച്ചവട സ്ഥാപനങ്ങളിലെല്ലാം തന്നെ ഈ സ്ഥാപനത്തിൻ്റെ ഉടമകൾ പോലും ഏജന്റുമാർ പ്രവർത്തിക്കുന്നു. പ്രത്യേകിച്ച് ചെറിയ ചായക്കടകൾ, ചെറിയ തട്ടുകടകൾ അല്ലെങ്കിൽ വൻകിട സ്ഥാപനങ്ങൾ, ആ ആശുപത്രിക്ക് സമീപമുള്ള വൻകിട സ്ഥാപനങ്ങൾ, ഇവിടെയെല്ലാം തന്നെ ഇവരുടെ ഒരു ശൃംഖല കൃത്യമായി തന്നെ പ്രവർത്തിക്കുന്നു എന്നാണ് ഷാജിയുടെ വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം ഈ എല്ലാ മേഖലകളിലും ആരെങ്കിലും എവിടെയെങ്കിലും ഇത്തരത്തിൽ അവയവം ആവശ്യമുണ്ട് അല്ലെങ്കിൽ അവയവദാതാവായി ഞാൻ തയ്യാറാണ് എന്നൊക്കെ ഏതെങ്കിലും തരത്തിൽ ഒരു ചെറുതയ തോതിലെങ്കിലും പറഞ്ഞു തുടങ്ങിയാൽ ആ ആളിനെ ക്യാച്ച് ചെയ്യാനുള്ള ഒരു സംവിധാനം കൃത്യമായി തന്നെ ഈ ആശുപത്രി പരിസരങ്ങളിലും ആശുപത്രിക്കുള്ളിലും എല്ലാ ഏജന്റുമാരും ഒരുക്കിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു മെയിൻ ഏജന്റിൻ്റെ കീഴിൽ മിനിമം ഒരു 25 പേരെങ്കിലും കൃത്യമായി തന്നെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ഷാജിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ഇത്തരത്തിലാണ്. 25 പേരെങ്കിലും ഒരു ആശുപത്രി കേന്ദ്രീകരിച്ച് ഇവരെ സഹായിക്കാൻ, പരസ്പരം ഇവർക്ക് കമ്മീഷൻ വ്യവസ്ഥയിൽ സഹായിക്കാൻ വേണ്ടി ആളുകൾ ഉണ്ടാകും. ആരാണോ ഒരാളെ കൊണ്ടുവരുന്നത് ആ ആളിന് ഇത്ര ലക്ഷം രൂപ കമ്മീഷൻ ആദ്യമേ ഉറപ്പാക്കും. എന്നിട്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ മറ്റു ബ്ലഡ് സാമ്പിളുകൾ പരിശോധിക്കുക, മാച്ചിങ് പരിശോധിക്കുക, മറ്റൊരു അവയവം നൽകുന്ന ആളിൻ്റെ ബോഡിയും ഒപ്പം തന്നെ ഈ ദാതാവായി എത്തുന്ന ആളുടെ ബോഡിയും തമ്മിലുള്ള മാച്ചിങ് എങ്ങനെയാണ്, അതിൻ്റെ മറ്റു പരിശോധനകളൊക്കെ നടക്കുക. ആദ്യം ഉറപ്പിക്കുന്നത് തങ്ങളുടെ കമ്മീഷൻ അവയവം വാങ്ങാൻ പോകുന്ന ആളിൽ നിന്നൊരു കൃത്യമായ തുക പറയുന്നു. ആ തുകയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഞങ്ങൾ ആളിനെ തരാം എന്ന തരത്തിലുള്ള ഒരു സംവിധാനം ഇവർ തയ്യാറാക്കുന്നു.